ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മാസം കഴിഞ്ഞ മാസം ഏപ്രിലിൽ നമ്മളൊരു മിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഓഫ്ലൈൻ മിഷൻ ബാച്ച്. അപ്പോൾ അതിൽ നമുക്ക് സീറ്റ് ഫിൽ ആയതുകൊണ്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്, ആ മിഷൻ ബാച്ചിലോട്ട് ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. കാരണം നമ്മളെ കഴിഞ്ഞ വർഷങ്ങളിലെ മിഷൻ ബാച്ചുകളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ SSCGL ക്ലിയർ ചെയ്ത കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് ഡിമാൻഡായിരുന്നു ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, വേറെ നിവൃത്തിയില്ല. കാരണം ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് ലിമിറ്റിൽ കൂടുതൽ കുട്ടികൾ ആ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അൺലിമിറ്റഡ് കുട്ടികൾ നമുക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഓഫ്ലൈൻ നമുക്ക് ലിമിറ്റിൽ കൂടുതൽ കുട്ടികൾ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ബാച്ചിൻ്റെ അഡ്മിഷൻ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷേ വീണ്ടും ഒരുപാട് കുട്ടികൾ എൻക്വയറി വരുന്നത് കൊണ്ട് നമ്മൾ അതിന് ചെറിയൊരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അച്ചീവേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട്, സാറേ ഞങ്ങൾ ഒരു ചെറിയൊരു പ്ലാനുമായിട്ടാണ് സാറിൻ്റെ അടുത്ത് വരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞ പ്ലാനാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ CGL പ്രിവെൻറ്റീവ് ഓഫീസറായിട്ടും GST ഇൻസ്പെക്ടറായിട്ട് കിട്ടിയ സക്കറിൽ പ്രസ്ഥാനം, അതുപോലെ തന്നെ റോഹിത് ജോസ് പോലത്തെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് അവരേതായാലും ഒരു 2-3 മാസത്തിനുള്ളിൽ മാക്സിമം അവർ ജോലിയിലോട്ട് കയറിപ്പോകും. അപ്പോൾ അവർക്ക് ഒരു ആഗ്രഹം, അവർ പഠിച്ച ഒരു അറിവും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ഒരു 3-4 മാസം കുട്ടികളെ ഗൈഡ് ചെയ്ത് അവർ പ്രിലിംസിലോട്ട് പഠിക്കാനുള്ള ഒരു ഗൈഡൻസ് കൊടുക്കണം എന്ന് അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് അവർ ചെറിയൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല, അവരൊരു ഓൺലൈൻ ആയിട്ട് ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ, അത് അവർ ഗൈഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മളൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്, അതായത് നമ്മളൊക്കെ കൂടെ ഉണ്ടാവും, പക്ഷേ അവരായിരിക്കും ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഓൺലൈൻ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, അതായത് കഴിഞ്ഞ വർഷത്തെ CGL അച്ചീവ് ചെയ്ത ആളുകളിൽ നിന്നും നിങ്ങൾക്ക് ചില ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പരിപാടിയാണ്. ഒരു 75 ഡേയ്സിലെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. കാരണം നമുക്ക് ഓഫ്ലൈൻ ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറത്തോട്ട് നമുക്ക് കുട്ടികളെ എടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാ കുട്ടികളെ നമ്മളെ കോഴ്സിലോട്ട് കൊണ്ടുവരണം, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് കൊണ്ടുവരണം, എല്ലാവരും നമ്മളിവിടെ പഠിപ്പിക്കണം എന്നുള്ള നമുക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഓൺലൈൻ ആകുമ്പോൾ നമുക്കൊരു ലിമിറ്റിൻ്റെ അപ്പുറത്തെ കുട്ടികളെ നമുക്ക് മിഷൻ ബാച്ചുകൾ പോലത്തെ ബാച്ചുകൾ നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട്. കാരണം ആ ഒരു സീറ്റ് കപ്പാസിറ്റിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ കുട്ടികളെ എവിടെ ഇരുത്തും എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല അവിടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ക്ലാസിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ നമുക്ക് എടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എടുത്തി. പക്ഷേ നിങ്ങൾ വന്നിട്ട് സ്ഥിരമായിട്ട് എൻക്വയറി നടത്തുമ്പോൾ നമുക്കതൊരു ടെൻഷനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുട്ടികൾക്ക് നിങ്ങൾക്ക് പല ആളുകളുടെയും പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ക്ലാസ്സുകളുടെ അപ്പുറത്തോട്ട് ഒരു ഗൈഡൻസ്, ഒരു മെൻറ്റർഷിപ്പ്, ഒരു സ്റ്റഡി പ്ലാൻ കാര്യങ്ങളൊക്കെ വേണ്ട നമുക്ക് മനസ്സിലായി. കാരണം പല ആളുകൾ ഒരുപാട് സ്ഥലത്ത് കോച്ചിങ് എടുത്താണ്, അവർ ബേസ് കാര്യങ്ങൾ സെറ്റാണ്. പക്ഷേ എപ്പോഴും എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താ പഠിക്കേണ്ടത്, ഒരു ഗൈഡൻസ്. ചിലപ്പോൾ ചില ആൾക്ക് സംസാരിക്കാൻ ഒരാൾ മതി. അങ്ങനത്തെ ചില ആളുകൾക്ക് ഞാൻ കണ്ടിട്ട് കഴിഞ്ഞ നമ്മുടെ CGL അച്ചീവേഴ്സിലൊക്കെ ഒരുപാട് പേരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരു ഗൈഡൻസ് കിട്ടാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആളുകൾ വീണ്ടും എന്ത് ചെയ്യുക, അവർക്ക് ആ ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മളിപ്പോൾ ഒരു ഓൺലൈനായിട്ട്. അത് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരുപാട് പേരെ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ക്ലാസ്സുകളല്ല. കൃത്യമായിട്ട് ഒരു അച്ചീവറിൻ്റെ കീഴിൽ ഇത്ര പേരെ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആ അച്ചീവർ എന്ത് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ, അവർക്ക് സ്റ്റഡി പ്ലാനും കാര്യങ്ങൾ കൊടുത്ത് അവരെ ഗൈഡ് ചെയ്യുന്നു, അവർക്ക് അവരുടെ ഡൗട്ടുകൾ തീർക്കുന്നു, അവരുടെ കൃത്യമായിട്ട് അവർ മോണിറ്റർ ചെയ്യുന്നു. അടുത്ത CGL പ്രിലിംസ് വരെ അവരെ ഗൈഡ് ചെയ്യുന്നു. ഇൻ കേസ് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ മെയിൻസിലും നിങ്ങൾ ഗൈഡ് ചെയ്യാൻ അവരുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നുമില്ല, 75 ഡേയ്സിൻ്റെ 1 ഗോൾ SSC CGL സെലക്ഷൻ, അത്രേ ഉള്ളൂ. CGL സെലക്ട് ആവണം, വേറെ എക്സാമുകളൊന്നും അല്ല. SSC ഒരുപാട് പരീക്ഷകളുണ്ട്, പക്ഷേ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ SSC CGL ആണ് കേട്ടോ. അപ്പോൾ ഓൺലൈൻ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം മെയിനായിട്ടുള്ള കാര്യം ഡെയിലി സ്ട്രക്ചർഡ് സ്റ്റഡി പ്ലാനാണ്. ഈ 75 ദിവസവും കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം, നിങ്ങൾക്ക് 10-15 മണിക്കൂറിൻ്റെ നിങ്ങൾ തീർക്കാൻ പറ്റാത്ത ഷെഡ്യൂളുകൾ നിങ്ങൾ തന്നുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള പരിപാടിയല്ല. ഒരു 5 to 6 hours, അത് ഒരു ദിവസം നിങ്ങളൊരു 5 to 6 hours മിനിമം ആക്റ്റീവായിട്ട് ഇരിപ്പിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തരും. ബാക്കിയുള്ള സമയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ, നമുക്ക് എന്തായാലും നമ്മൾ മെൻറ്റർഷിപ്പ് എന്തൊക്കെ കോഴ്സിന് ജോയിൻ ചെയ്താലും നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് വേണം. അതില്ലെങ്കിൽ പ്രശ്നമാണ്. ബാക്കിയുള്ള ഒരു ഷെഡ്യൂൾ അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഫോളോ. പക്ഷേ നമുക്ക് നമ്മുടേതായ രീതിയിൽ, കാരണം നമ്മുടെ വീക്ക് സബ്ജക്റ്റും സ്ട്രോങ് സബ്ജക്റ്റും മനസ്സിലാക്കി അതനുസരിച്ച് പഠിക്കാൻ നമുക്കൊരു സമയം വേണം. അപ്പോൾ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് പഠിക്കാനും ഒരു 5 to 6 hours നിങ്ങൾ മിനിമം നമ്മുടെ ഒരു പ്ലാൻ പ്രകാരം ആക്റ്റീവ് ആക്കി ഇരുത്താനുള്ള സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾ, അതിൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, PDF തരുന്നതായിരിക്കും. ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ മിഷൻ ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ ആ ഒരു ബാച്ചിൽ നമ്മൾ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ വീക്ക്ലി മോക്സ്, അതായത് നമ്മൾ വീക്ക്ലി മോക്സ് തരും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മോക്കുകൾ നിങ്ങൾക്ക് തന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ എഴുതി അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ഗൂഗിൾ ഷീറ്റിൽ അപ്ലോഡ് ചെയ്ത് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിരുന്ന ഒരു പരിപാടി ഉണ്ടായിരിക്കും. പിന്നെ ഡൗട്ട് ക്ലിയർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പോലത്തെ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പ് ക്ലിയർ ചെയ്തിട്ട് അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള, അതായത് 1-on-1 ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗൈഡഡ് ബൈ SSC CGL റാങ്ക് ഹോൾഡേഴ്സാണ്. ഏതെങ്കിലും ഒരു മെൻറ്റർ, ഇതുപോലെ SSCനെ പറ്റി ഐഡിയ ഇല്ലാത്തൊരു മെൻറ്റർ വന്നിട്ട് കാര്യങ്ങൾ പറയുന്നതല്ല. കൃത്യമായിട്ട് SSC പരീക്ഷ ക്രാക്ക് ചെയ്ത, നല്ല ഉയർന്ന റാങ്കോടുകൂടി നല്ല പോസ്റ്റിൽ ക്രാക്ക് ചെയ്ത ആളുകൾ ആണ്. കൂടെ ഞാനും ഉണ്ടായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ എന്താ പറയുക, എല്ലാ കാര്യം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഗൈഡ് ചെയ്യാൻ നമുക്കൊരു ടൈം കിട്ടാറില്ല, കാരണം ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ബിസി ആവും. പക്ഷേ കൃത്യമായിട്ട് കഴിഞ്ഞ CGL അതിൻ്റെ കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് ഇപ്പോൾ SSC പരീക്ഷ നടത്തുന്നതിൻ്റെ പൾസുകളൊക്കെ അറിയുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത ആളുകൾ തന്നെയായിരിക്കും. അപ്പോൾ അവരിൽ നിന്നും കൃത്യമായിട്ട് നേരിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള, അവരുടെ നേരിട്ട്, അതായത് വെറുതെ അവർ യൂട്യൂബ് വീഡിയോ ചെയ്ത് നിങ്ങൾ കാണുന്നതിനപ്പുറത്തോട്ട് അവരെ നേരിട്ട് അവരുടെ ഗ്രൂപ്പിൽ ഇൻവോൾവ് ആയി അവരുടെ നിന്ന് പഠിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാതിരിക്കും. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വേറെ പ്ലാനുകൾ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിഗിനേഴ്സ് എങ്ങനെ പഠിക്കണം, പുതിയതായിട്ടുള്ള ഒരു ഓൺലൈൻ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതായത്
നിങ്ങൾ കൃത്യമായിട്ട് ഒരു 100 ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം ഒരു 2-3 to 4 months കൊണ്ട് എങ്ങനെ സിലബസ് കവർ ചെയ്യാം, എങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് അടുത്ത നമ്മുടെ സ്റ്റേജിലോട്ട് കടക്കാം, കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പുതിയ പ്ലാൻ നമ്മൾ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന CGL ഒരു 3 മാസം സമയം ഉണ്ടാവും. ആ 3 മാസങ്ങളിൽ ഫ്രീ ആയിട്ടുള്ള ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ പ്ലാനുകളാണ്. ഈ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ CGL പരീക്ഷയിൽ പറഞ്ഞില്ല, ഒരു കഴിഞ്ഞ CGL പരീക്ഷയിൽ ഒരു 130+ മാർക്കെങ്കിലും വാങ്ങിയ ആളുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ CGL പ്രിലിംസ് ക്വാളിഫൈ ആയി മെയിൻസ് പരീക്ഷയ്ക്ക് എഴുതി പക്ഷേ മെയിൻസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി, അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണിത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ലിങ്കിൽ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. ഗൂഗിൾ ഫോമിൽ കൃത്യമായ ഡീറ്റെയിൽസ് കൊടുക്കുക, നമ്മൾ തിരിച്ചങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു അച്ചീവറുടെ അടുത്ത് ഒരു 50 ആളുകൾ 40 to 50 ആളുകൾ മാക്സിമം വരുന്ന രീതിയിലായിരിക്കും. അതാകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവർ ഗൈഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു 40-50 ആളുകൾ, അങ്ങനെ ഒരു 2 പേരാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ടോട്ടൽ 100 ആൾക്കാരാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് ആളുകൾ വരികയാണെങ്കിൽ മുൻപ് നമുക്ക് ഒരുപാട് അച്ചീവേഴ്സിന് നമ്മൾ SSC മലയാളിയിൽ അച്ചീവേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ അച്ചീവേഴ്സിനെയും കൂടെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുന്ന, കാരണം ഒരുപാട് കുട്ടികളെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് നല്ല നല്ല അച്ചീവേഴ്സ് നമ്മുടെ ചുറ്റും നമ്മുടെ SSC മലയാളിക്ക് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് കൂടെ വ്യാപിപ്പിച്ചിട്ട് നമ്മൾ ഓരോ അച്ചീവേഴ്സിൻ്റെ കീഴിൽ ഒരു 40-50 ഒരു 30 to 50 ആളുകളെ കൊടുക്കുന്നു. അവർ കൃത്യമായിട്ട് ഇത് ഗൈഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ അമൽ സാറിന്റെ നേതൃത്വത്തിൽ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്നൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ CGL ക്ലിയർ ചെയ്ത് അജ്മലൊക്കെ CBA സബ് ഇൻസ്പെക്ടറായിട്ട് ക്ലിയർ ചെയ്ത് അജ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചില ആളുകൾക്ക് ഇതാണ് ആവശ്യം, കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനും ഗൈഡൻസും മെന്റർഷിപ്പും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ വിളിച്ച് സംസാരിക്കാനൊക്കെ ഒരാളെയാണ് ചില ആളുകൾക്ക് ആവശ്യം വരിക. ക്ലാസ്സുകൾക്ക് അപ്പുറത്തോട്ട് പല ആളുകളും മെന്റലി ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു മെന്ററൊക്കെയാണ് പലപ്പോഴും ആവശ്യം ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ഗൂഗിൾ ഫോമിൻ്റെ കമൻറ്റിലും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ലിങ്കിലും ഞാനൊരു ഈ വീഡിയോയുടെ കമൻറ്റിലും ലിങ്കിലും ഡിസ്ക്രിപ്ഷനിലും ഞാനൊരു ഗൂഗിൾ ഫോം മെൻഷൻ ചെയ്യുക. അതിൽ എന്ത് ചെയ്യുക, കൃത്യമായ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾ ഫില്ല് ചെയ്യുക കേട്ടോ. പിന്നെ പല കുട്ടികളും പറയുന്നത് നമ്മൾ എന്തെങ്കിലും പരിപാടികൾ നമ്മൾ ബിഗിനേഴ്സിനും അഡ്വാൻസ് ലെവലിൽ ആൾക്ക് സെപ്പറേറ്റ് പല പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ അഡ്വാൻസ് ലെവൽ അല്ലെങ്കിൽ മിഷൻ ബാച്ച് പോലത്തെ പ്രോഗ്രാം കണ്ട് അപ്പോൾ തുടങ്ങുന്നതിന് താഴെ കമൻറ്റ് വന്നിട്ട് റിസൾട്ട് ഉണ്ടാക്കാനാണ് എൻ്റെ പൊന്നു മക്കളെ, ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ SSC മലയാളിയിൽ വന്നുകൊണ്ട് SSC മലയാളിയുടെ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമില്ല എന്ന് തോന്നുന്ന ഒരു കുട്ടിയുടെ റിസൾട്ട് പോലും നമ്മൾ നമ്മുടെ റിസൾട്ടിൽ ആഡ് ചെയ്യാറില്ല. അവർക്ക് SSC മലയാളിയിൽ നിന്നും ഉപകാരം ഉണ്ടായി, അവരുടെ പ്രിപ്പറേഷൻ ജേണിയിൽ ഒരു വലിയ പങ്ക് SSC മലയാളി വഹിച്ചു എന്നുള്ള ആളുകളുടെ റിസൾട്ട് മാത്രമേ നമ്മൾ ആഡ് ചെയ്യാറുള്ളൂ. നിങ്ങളുടെ ഫോട്ടോ നമ്മുടെ കയ്യിലിട്ട്, അല്ലെങ്കിൽ ഫോട്ടോ ഞങ്ങളുടെ ഉണ്ട് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ CGL ഒരൊറ്റ കുട്ടികൾ ഒരുപാട് അച്ചീവേഴ്സിന്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. നമ്മളെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം കൂടെ നിർത്തിപ്പോയ ആളുകളൊക്കെ ഉണ്ട്. അവർ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തു, അഡ്മിഷൻ എടുത്തു, അല്ലെങ്കിൽ 1ാം ദിവസം മുതൽ അഡ്മിഷൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ ഫോട്ടോ ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്യാൻ പോയിട്ടില്ല. അതൊക്കെ ഈ അച്ചീവേഴ്സ് ആയിട്ട് കുട്ടികൾക്ക് തന്നെ ഞാൻ ഈ പറഞ്ഞ ആരൊക്കെയാണ് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ. അപ്പം അങ്ങനത്തെ ആളുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അവരോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ അവർ എന്താ പറയുക, നമ്മളുമായിട്ട് അത്ര ഇൻവോൾവ് അല്ലാത്തതുകൊണ്ട് അവരുടെ നമ്മുടെ റിസൾട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപകാരം ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ റിസൾട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ നമ്മൾ ഫോട്ടോ വാങ്ങുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യില്ല. നിങ്ങൾ നാളെ പറയുകയാണ് നിങ്ങൾക്ക് ഇതിൽ അച്ചീവ് ഒരു ഗുണം ഉണ്ടായിട്ടില്ല, SSC മലയാളി ജോയിൻ ചെയ്തതിനു ശേഷം എൻ്റെ പ്രിപ്പറേഷനിൽ ഒരു ഗുണം ഉണ്ടായിട്ടില്ല, നിങ്ങൾ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ആ ഫോട്ടോ നമ്മൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യത്തിലൊന്നും വേണ്ട. നിങ്ങളെ ഗൈഡ്, നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ട്, നാളെ റാങ്ക് ലിസ്റ്റ് കയറണമെന്നുണ്ട്, നാളെ വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് നാളെ ഒരു അച്ചീവറായിട്ട് നിങ്ങൾക്ക് നാളെ ഒരു അച്ചീവേഴ്സ് മീറ്റിൽ അതുപോലെ തന്നെ 4 ആളുടെ മുമ്പിൽ ഞാൻ ജോലി കിട്ടിയാൽ പറഞ്ഞ് നടക്കുന്നുള്ളവർ മാത്രം, ബാക്കിയുള്ളവർ അങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടേ നടക്കും. അങ്ങനത്തെ ആളുകളെ മൈൻഡ് ചെയ്യാൻ നമുക്ക് സമയമില്ല. കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ പരീക്ഷ പാസ്സാവണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹമുള്ള ആളുകൾ, ഡെഡിക്കേഷൻ ഉള്ള ആളുകൾ, ഡിസിപ്ലിൻ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ അന്ന് കഴിഞ്ഞ അച്ചീവേഴ്സ് മീറ്റിൽ മറ്റേ അജ്മലിനെ പോലെ ആളുകൾ പറഞ്ഞ വാശിയുള്ള ആളുകൾ, അല്ലെങ്കിൽ ആർത്തിയുള്ള ആളുകൾ, ഈ ജോലി വേണമെന്ന് ആർത്തിയുള്ള ആളുകൾ മുന്നോട്ട് വന്നുള്ള ഇതിലോട്ട് ജോയിൻ ചെയ്യുക. നിങ്ങളെ സഹായിക്കാൻ SSC മലയാളി കൂടെ ഉണ്ടാവും. അല്ലാത്ത ആളുകൾ നെഗറ്റീവ് അടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ആളുകളുടെ പിന്നാലെ പോകാനോ കാര്യങ്ങളോ നമുക്ക് മനസ്സില്ല. കാരണം SSC മലയാളിയെ പറ്റി അറിയുന്ന ആൾക്കറിയാം, SSC മലയാളി എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകൾ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ആ രീതിയിൽ ക്ലാസ് കൊടുക്കാറുണ്ട്, യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. കാരണം യൂട്യൂബിലെ ഫ്രീ ക്ലാസ്സുകൾ ആര് കാണുന്നു പോകുന്ന ഡീറ്റെയിൽസ് പോലും നമ്മളെടുത്തില്ല. അതിലൊക്കെ ഒരുപാട് അച്ചീവേഴ്സ് ഉണ്ടാവും, അവരെല്ലാവരും നമ്മൾ പിടിച്ച് നമ്മളെ റിസൾട്ടിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഫ്രീ ക്ലാസ് കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടി വളരെ ചെറിയ റേറ്റിൽ ക്രാഷ് കോഴ്സ് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് ലെവൽ ആൾക്ക് വേറെ സെപ്പറേറ്റ്, Tier 2 എത്തുമ്പോൾ അതിന് വേറെ പ്രാക്ടീസ്, എല്ലാ സെഷനിലും നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പ്രൊമിറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ അച്ചീവേഴ്സിൻ്റെ കഴിഞ്ഞ വർഷം അച്ചീവേഴ്സിൻ്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷനാണ് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതായത് ബിഗിനേഴ്സിന് വേണ്ടി നമ്മൾ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അച്ചീവേഴ്സിൻ്റെ കീഴിൽ നമ്മൾ ഓൾറെഡി ഒരു 130+ ഒക്കെ കഴിഞ്ഞ, അങ്ങനത്തെ ആൾക്ക് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കഴിഞ്ഞ CGL ഒരു 130+ അല്ലെങ്കിൽ 125+ എങ്കിലും കിട്ടി CGL ക്ലിയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ CGL ക്ലിയർ ചെയ്തിട്ട് മെയിൻസിൻ്റെ മാർക്ക് കുറവ് പോയാലും മെയിൻസ് പല കാരണം കൊണ്ട് കിട്ടിയില്ല എന്നുള്ള ആളുകളാണെങ്കിൽ അവർ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അവർക്കായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് വേണ്ട ഫ്രീ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പിന്നാലെ തന്നെ. അപ്പോൾ എന്തായാലും ഈ മിക്കവാറും അടുത്ത ആഴ്ച കൂടി തന്നെ എനിക്ക് തോന്നുന്നു CGL നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള, അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്, അവർക്കൊക്കെ ക്ലാസ്സുകൾ വേണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ ക്രാഷ് കോഴ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് യൂട്യൂബിലായിരിക്കാം, ചിലപ്പോൾ ആപ്പിലായിരിക്കും. ആപ്പിലാണെങ്കിൽ പോലും ചെറിയൊരു ഫീസിൽ നമ്മളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. പക്ഷേ ഈ കോഴ്സ്
അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കുക. വെറുതെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് സമയം കളയാതിരിക്കുക. ഈ ഒരു 125 120+ കൃത്യമായിട്ട് മാർക്ക് കിട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷത്തെ CGL റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വേണം, നിങ്ങൾക്ക് പാസ്സാവണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ മുന്നോട്ട് വരിക, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ബാക്കി നമുക്ക് നേരിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ കാണാം. ഓക്കെ, താങ്ക് യു.